ഇന്ന് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? ഞങ്ങളിതിന് പുളിയിഞ്ചി എന്നാണ് കേട്ടോ പറയാം. അതിന് വേണ്ടി ഒരു വലിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പുളി ഒന്ന് അലിഞ്ഞ് വരാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കേ. ഇതൊക്കെ കുറഞ്ഞ തീയിൽ കരിയാതെ ഒന്ന് വറുത്തെടുക്കാം. ജീരകം ഒരു പകുതി വറവായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കേ. ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ശർക്കര ഇട്ടാൽ മതിയാവും കേട്ടോ. ഇനി ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവ, നല്ല ജീരകം, കടുക് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇതാ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇത് ഞാൻ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടില്ല കേട്ടോ. കാരണം ചട്ടി തന്നെ വെക്കണതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.